ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടു കാണാനായിരിക്കും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആനിമേഷൻ വീഡിയോസ് ഒക്കെ. അപ്പൊ അതേപോലത്തെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആനിമേഷൻ വീഡിയോ എങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കൈൻവാസിൽ നിന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ആനിമേഷൻ വീഡിയോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ഈസിയാണ്, വലിയ പരിപാടിയൊന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആനിമേഷൻ വീഡിയോ ലിങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതിലാദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. അതിനകത്ത് 4 തരത്തിലുള്ള ആനിമേഷൻ വീഡിയോ ഉണ്ട്. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ആനിമേഷൻ വീഡിയോസാണ്. അതിൽ ഏത് വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 4-ാമത്തേതാണ്. അതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ്. അതിലാദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ചെറിയ ആനിമേഷൻ വീഡിയോ ആണ്, കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ തീരും. സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും, അതോടൊപ്പം താഴേക്ക് വരും. 10 രൂപ ആനിമേഷൻ വീഡിയോ. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. അതാ കാണാൻ വയ്ക്കും, ഡൗൺലോഡ് എന്ന് കാണാൻ വയ്ക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതാ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സാധനം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ യൂട്യൂബിൻ്റെ സൈസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരും. അതിന് ശേഷം മീഡിയ എന്ന ഓപ്ഷൻ കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു വീഡിയോ, ആനിമേഷൻ വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മളെ വീഡിയോ ഇതാ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാനൽ ലോഗോയും ചാനലിൻ്റെ പേരൊക്കെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ലെയർ എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നത് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണിക്കും, അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചാനൽ ലോഗോ അതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചാനൽ ലോഗോ കാണാമായിരിക്കും. ആ ചാനൽ ലോഗോയുടെ സൈഡിലായിട്ട് ചെറിയ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് ക്രോപ്പ് ചെയ്ത് കളയാം. റൗണ്ട് ഷേപ്പ് എടുക്കുക, അതിനുശേഷം ക്രോപ്പ് ചെയ്യുക. അപ്പോൾ ആ ഷെയ്ഡ് പോയിട്ടുണ്ട്, നല്ല രീതിയിൽ കട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചാനൽ ലോഗോ അവിടെ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ആദ്യം ടൈപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഫോണ്ട് മാറ്റാം, കളർ മാറ്റാം, ഓവർലൈൻ കൊടുക്കാം, ഗ്ലോ ചെയ്യിപ്പിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കൈൻമാസ്റ്ററിൽ നിന്ന് കാണാമായിരിക്കും. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ നമ്മൾ ഫോണ്ടൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ കാണാമായിരിക്കും. അങ്ങനെ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോ ഔട്ടർ ലൈൻ എന്നൊക്കെ കാണാമായിരിക്കും. അതൊക്കെ ഞാനിങ്ങനെ ഓണാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഔട്ടർ ലൈൻ വേണമെങ്കിൽ കളറൊക്കെ മാറ്റാം. ഞാൻ ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ലോഗോയും നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ നല്ല പ്രോപ്പറായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണൊക്കെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിക്കും എല്ലാം ഒരുമിച്ചല്ല വരുന്നത്, ഓരോ സമയത്തായിട്ടാണ് വരുന്നത്. അതൊക്കെ നമുക്ക് കറക്റ്റായി കൊടുക്കാം. എല്ലാം ഇങ്ങനെ നീട്ടി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഓണൊക്കെ നോക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്.
ഫ്രണ്ട്സ്, ഇനി നമുക്ക് അതിലേക്ക് ആനിമേഷൻ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഇന്നർ ആനിമേഷൻ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ സ്ലൈഡ് ഡൗൺ എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പോപ്പപ്പ് ഉണ്ട്, സ്ലൈഡ് റൈറ്റ് ഉണ്ട്, സ്ലൈഡ് ലെഫ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആനിമേഷൻ നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ സ്ലൈഡ് ഡൗൺ എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഓണാക്കി നോക്കാം. അപ്പോൾ സ്ലൈഡ് ഡൗൺ ആയി വരുന്നുണ്ട് നമ്മുടെ ചാനൽ പേര്. ഇനി നമുക്ക് നമ്മുടെ ചാനലിലെ ലോഗോയും കൂടി അങ്ങനെ സ്ലൈഡ് ഡൗൺ ആക്കി മാറ്റാം. അങ്ങനെ നമ്മൾ ചാനൽ ലോഗോയ്ക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്, പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവസാനം എത്തുന്നത് നിങ്ങൾ കാണാൻ പറ്റും എല്ലാം കൂടി താഴേക്ക് പോകുന്നില്ല, സ്ലൈഡ് ഡൗൺ ആക്കണം. നമുക്ക് ഔട്ടർ ആനിമേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലൈഡ് ഡൗൺ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് സ്ലൈഡ് ഡൗൺ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലോഗോയ്ക്കും ഔട്ടർ ആനിമേഷൻ കൊടുക്കാം, സ്ലൈഡ് ഡൗൺ തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഓണായി നോക്കാം. ഇതാ ഫസ്റ്റ് എല്ലാം കൂടി വരുന്നുണ്ട്, കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ അവസാനം നിങ്ങൾ കാണാൻ എനിക്ക് നമ്മുടെ ലോഗോ അവിടെ നിൽക്കുന്ന കാണാനായിരിക്കും. അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ അതും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ എനിക്ക് അവസാനം ചെറുതായിട്ടൊരു ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ ലോഗോയുടെയും ചാനൽ നെയിമിൻ്റെ ഒരു ചെറുതായിട്ട് ഷെയ്ഡ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നെയിമും നമ്മുടെ ചാനൽ ലോഗോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പം ചെറുതായിട്ട് കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ചാനൽ നെയിം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനൽ ലോഗോയും കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ആ ഷെയ്ഡ് അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ ആയി വരും. ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് എക്സ്പോർട്ട് ആവും. അങ്ങനെ അത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചായിരുന്നു, നമുക്ക് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ. ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ചാനൽ ആനിമേഷൻ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ലെയർ എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാമായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച ആനിമേഷൻ നമുക്ക് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിക്കും അതിൻ്റെ ചുറ്റുമായിട്ടൊരു പച്ച കളർ കാണാൻ വേണ്ടിക്കും. അപ്പോൾ ക്രോമാക്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ആ പച്ച സ്ക്രീൻ മൊത്തത്തിൽ അങ്ങ് പോവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കാണ് കളയണ്ടെങ്കിൽ ആ കീ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ബ്ലാക്ക് കൊടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അങ്ങനെ അപ്രത്യക്ഷമാക്കി കളയാൻ പറ്റും. ഇനി നമുക്ക് എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത് അവിടെ നമുക്ക് ഇങ്ങനെ പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു സൈഡിലായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്കിംഗ് ആണോ അല്ലേ എന്ന് നോക്കാം. നിങ്ങൾ കാണാൻ എനിക്ക് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം അതേപോലെ തന്നെ തിരിച്ചും പോകുന്നുണ്ട്, നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.